ഇടുക്കി ജില്ലയിലെ അനധികൃത ഖനനത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മകൻ അമൽ വർഗീസിന്റെ നേതൃത്വത്തിൽ ടിപ്പർ ഉടമകളുടെ കൂട്ടായ്മ രൂപീകരിച്ചു. ഈ മാസം 15 വരെ വാഹനങ്ങൾ നിരത്തിലിറക്കേണ്ടെന്നായിരുന്നു ഈ കൂട്ടായ്മയുടെ തീരുമാനം. അങ്ങനെ നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനും ജില്ലാ കളക്ടറെ സമ്മർദ്ദത്തിലാക്കാനുമായിരുന്നു നീക്കം. ഇതിനെതിരെ ഈ കൂട്ടായ്മയിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നു. സാധാരണ കൃഷിയിൽ ചെന്നാൽ കല്ല് കാശ് കൊടുത്താൽ കിട്ടുമായിരുന്നു. ഇത് കാശ് മാത്രം കൊടുത്താൽ പോലെ ഇവർ കാലും കൊണ്ട് പിടിക്കേണ്ട അവസ്ഥയിലാണ് ഈ കല്ല് കിട്ടിക്കൊണ്ടിരുന്നത്. അധികാരത്തിന്റെ കുങ്കം എന്തോ അവൻ വണ്ടി തടഞ്ഞിട്ടേച്ച് എന്ന് വെച്ചാൽ ആരാന്ന് ചോദിച്ചാൽ അപ്പു അവരാണല്ലോ ഇവിടുത്തെ ഈ ഇടുക്കി ജില്ലയുടെ മുഴുവൻ ഹോൾസെയിൽ വ്യാപാരി. വണ്ടി തടഞ്ഞിട്ട് താക്കോല് ബലമായിട്ട് ഡ്രൈവറെ പിടിച്ചു മേടിച്ച് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ 25-ന് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി ഉയർത്തി CPM സായാഹ്ന ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. നിരത്തിൽ ഇറക്കരുതെന്ന തീരുമാനം ലംഘിച്ച് കരിങ്കൽ കയറ്റി വന്ന ലോറി അമൽ വർഗീസ് തടഞ്ഞത് ടിപ്പർ ഉടമകളിലെ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചു. ചോദ്യം ചെയ്തവരെ അസഭ്യവർഷത്തോടെയാണ് അമൽ വർഗീസ് നേരിട്ടത്. എനിക്കിപ്പോൾ ഓടാൻ വലിയ പാടൊന്നുമില്ല. എനിക്കിവിടെ ഇഷ്ടം പോലെ മണ്ണടിയും കല്ലടിക്കാൻ സംവിധാനമുണ്ട്. ഞാൻ ഇതൊക്കെ നിർത്തിവെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ, എനിക്കെതിരെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആരും ഓടണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഓടണമെന്ന്. എനിക്ക് ആവശ്യം കൂടുതൽ ഓട്ടമുണ്ട്. എനിക്ക് സൈറ്റിൽ തന്നെ മണ്ണെടുത്ത് കൂത്താൻ ഇഷ്ടം പോലെ കേസുകളുണ്ട്. ഒരു വണ്ടി ഒരു പോലീസ് എന്നെ വന്ന് പിടിക്കത്തില്ല. തന്റെ ടിപ്പറുകൾ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീട്ടിൽ കയറ്റിയിട്ടിരിക്കുകയാണെന്ന് അമൽ വർഗീസ് തന്നെ വെളിപ്പെടുത്തുന്നു. അമൽ വർഗീസും സഹോദരി ഭർത്താവ് സജിത് KS ചേർന്നാണ് ഇടുക്കിയിലെ അനധികൃത നിർമ്മാണ മേഖലയെ നിയന്ത്രിക്കുന്നതെന്നാണ് ഈ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഈ അനധികൃത നീക്കങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.